ദൈവമേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ വിശ്വാസ സമൂഹത്തെ അങ്ങ് ആശീർവദിക്കണമേ. കണ്ണുനീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും എന്നുള്ള അങ്ങയുടെ വിലയേറിയ വാഗ്ദാനം ഈ ആരാധന സമയം എല്ലാവർക്കും അനുഭവവേദ്യമാകാൻ ഇടയാക്കണമേ. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരെ കുടുംബം എങ്ങനെ പോറ്റണമെന്ന് അറിയാതെ നട്ടം തിരിയുന്നവരെ മക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ഭാവി വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒരാശയവും കിട്ടാതെ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് പോലും അറിയാതെ തിരഞ്ഞെടുക്കുന്നത് ലഭ്യമല്ലാതെ പലതരത്തിലുള്ള വ്യാകുലങ്ങള് അനുഭവിക്കുന്നവരെ അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴ് ഈ ആരാധനയില് അവർക്ക് പുതിയ വെളിച്ചം, പുതിയ വഴി, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ജനരാശികളെ ലക്ഷ്യങ്ങളിലേക്ക് നയിച്ച നല്ല ദൈവമേ, വഴിയും സത്യവും ജീവനുമായവനെ, നിന്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് അരുളി ചെയ്ത എന്റെ കർത്താവേ, ഈ പ്രാർത്ഥനാ സമൂഹത്തിലെ ആരാധനാ സമൂഹത്തിലെ ആത്മശക്തിയുടെ ധൈര്യത്തിന്റെ അഭിഷേകമായി ഇരുട്ടിനെ നോക്കിക്കൊണ്ട് വെളിച്ചമുണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചപ്പോഴ് പ്രപഞ്ചത്തിലെ വെളിച്ചം തികഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ പ്രത്യേകിച്ച് ഓരോരോ വിഷയങ്ങളിലെ ഇരുട്ടുമൂടിപ്പോയവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ജീവിത വിഷയങ്ങളിലേക്ക് കാനായിലെ കല്യാണത്തിലെ പോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, ജോലിയില്ല, കടമാണ്, അവർ ശവം പോലെയാണ്, അവർ രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം മാതാവേ, ഉടമ്പടി സ്വരൂപമേ, ഈശോയുടെ ജീവിക്കുന്ന കാരുണ്യ സാന്നിധ്യത്തിലെ ഞങ്ങൾ കൈപ്പോടെ പ്രാർത്ഥിക്കുന്നു, ദൈവമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന്റെ നാമത്തിലെ അടയാളങ്ങള്, വഴികള്, വെളിച്ചങ്ങള് ജീവിതത്തിലെ സംഭവിക്കട്ടെ. വഴികൾ ഞങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരണമേ. ഹല്ലേലൂയ. Sweet
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, സത്യസന്ധമായ ആരാധനയ്ക്ക് അനുയോജ്യമായ ദൈവസ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അടിപ്പിണർ പോലെ വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി ഈ ആത്മീയ സമൂഹത്തിലേക്ക് അഭിഷേകമായി നിറയട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, തകർന്നുപോയ കുടുംബങ്ങളെ, മരണങ്ങൾ സംഭവിച്ച കുടുംബങ്ങളെ, ദുഃഖത്തിൽ ആണ്ടുപോയ കുടുംബങ്ങളെ, ഡിപ്രഷൻ ബാധിച്ച വ്യക്തികളെ, ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ആശയമില്ലാത്തവരെ, ആത്മവിശ്വാസമില്ലാത്തവരെ, ആത്മധൈര്യത്തിന്റെ അഭിഷേകം അവരിലേക്ക് ആവഹിക്കപ്പെടട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ആരാധന. കാലവർഷത്തിന്റെ കെടുതികളെ അനുഭവിക്കുന്ന കുടുംബങ്ങളെ, കാർഷിക തകർച്ച, തൊഴിൽ തകർച്ച, മത്സ്യബന്ധന തകർച്ച, സാമ്പത്തിക ഭാരങ്ങളാല് നട്ടം തിരിയുന്നവരെ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പുതിയ വെളിച്ചവും പുതിയ വഴികളും ലഭിക്കുവാൻ കർത്താവിന്റെ പ്രകാശം, കർത്താവിന്റെ പ്രസാദം ഈ ഹോളിലെ പ്രാർത്ഥിക്കുന്ന, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും നിറയട്ടെ, എല്ലാവരിലും നിറയട്ടെ. ദൈവപ്രസാദം നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. കർത്താവ് നമ്മളെ വിളിച്ചു വരുത്തിയതാണ്. നിന്റെ കണ്ണീരിന്റെ കാലത്ത് കർത്താവ് നിന്നെ വിളിച്ചു വരുത്തിയതാണ്. അവിടുത്തെ അമ്മയുടെ ചിറകിലെ സാന്ത്വനത്തിന്റെ കരങ്ങളിലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ. ഒരുമിച്ച് എല്ലാവരും ശമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ പേര് വർഗീസ്, ഇതെൻ്റെ ഭാര്യ ലാലി. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോള് ബാംഗ്ലൂർ കൽപ്പിച്ചയച്ചു. എൻ്റെ മോന് അവൻ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നു. എനിക്ക് മംഗലാപുരത്ത് കൺസ്ട്രക്ഷൻ വർക്കാണ്.
അങ്ങനെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2019 ഫെബ്രുവരി 18-ാം തീയതിയാണ്. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ആദ്യമായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചാലും തന്നെ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വന്ന് പുതുക്കുകയും നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ 3 വലിയ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. അതിലേറ്റവും വലുത് എൻ്റെ മദ്യപാനമായിരുന്നു. ഒരു 40 വർഷത്തിൽ മേലായി, ചുരുക്കം പറയുകയാണെങ്കിൽ ചെറുതിൽ തന്നെ ചാച്ചന് കള്ളു മേടിക്കാൻ പോകുമ്പോൾ കുടിക്കുന്ന കൂടെയായിരുന്നു. അങ്ങനെ കുടി മൂത്ത് രാവിലെ മംഗലപുരത്തക്കാരെ അറിയാമല്ലോ, അവിടെ ഏത് കടയിൽ എവിടെ ചെന്നാലും കിട്ടും സാധനം. അങ്ങനെ തുടങ്ങും. ഉച്ച കഴിയുമ്പോൾ ഓറഞ്ചൊക്കെ തിന്നിട്ട് വീട്ടിൽ വരും. അവിടെ എന്നാലും കണ്ടുപിടിക്കും. ആ കുടി അങ്ങനെ മൂത്ത് വൈകുന്നേരം ആകുമ്പോൾ പ്രശ്നമാവും. വീട്ടിൽ വരുമ്പോൾ പിന്നെ വഴക്കാവും, പിള്ളേരോട് വഴക്കാവും, ആകെക്കോളാവും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ താമസിക്കുന്ന കൂടാണ്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വെച്ചായി വീണ്ടും അടുത്ത കുടികളെല്ലാം. അങ്ങനെ ആ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമായി 100 കോടി നന്ദി പറയുന്നു. അതിൻ്റെ ശേഷമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. 40 വർഷമായിട്ട് കുടി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് കാല് കുത്തിയതിൻ്റെ അന്ന് നിർത്തിയതാണ്. തലേദിവസം കൂടി ഞാൻ പൂച്ചാക്കലും തൈക്കാശ്ശേരി എന്നൊക്കെ എൻ്റെ അളിയൻ്റെ കൂടെയൊക്കെ നടന്ന് കുടിച്ച ഒരാളാണ്. കുടി തുടങ്ങിയാൽ രാത്രി ചെല്ലുമ്പോൾ ഒരു 12 മണി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അവയ്ക്കേ അറിയാവുള്ളൂ. അവൾക്ക് അറിയാത്ത ദിവസങ്ങളില്ല. അപ്പോൾ ആദ്യമായി ഞാൻ അതിന് 100 കോടി നന്ദി പറഞ്ഞു. എനിക്ക് വേറെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എത്രയോ വലുതാണ് ഈ മദ്യപാനം. ഇപ്പം എനിക്കത് വേണമെന്നില്ല. മറ്റത് മംഗലാപുരത്തോടെ പോകുമ്പോൾ കുറച്ച് ധ്യാനം കൂടിയാലോ എപ്പോഴെങ്കിലും ആദ്യം നിർത്തും, പിന്നെ വീണ്ടും തുടങ്ങും. ചെറിയൊരു പാക്കറ്റൊക്കെ അവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തുന്നു. അതിൽ കിട്ടിയ നന്ദിക്ക് ആദ്യം നന്ദി പറയുന്നു. രണ്ടാമതായി കടബാധ്യതയാണ്. ഈ കടബാധ്യതയും വരുന്നത് എവിടെ നിന്നാണ്? ഈ മദ്യപാനത്തിൽ നിന്നാണ്. അപ്പോൾ താമസിക്കുന്ന കൂടാണ്ടുള്ള ഒരു പറമ്പ് വിറ്റിട്ട് കടം തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഇവിടുത്തെ ചെറിയ കാശുരൂപവും ഉപ്പും ഞാൻ ആ 4 മൂലയിലിട്ട് പറമ്പിലിട്ട് വിശ്വാസപ്രവചനത്തിൽ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വിചാരിച്ചിരുന്ന വിലയേക്കാളും നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, ആ പൈസയുടെ ബാക്കി കൊണ്ട് കടം തീർത്ത് എനിക്കൊരു അടുത്ത ഒരു 8.25 സെൻറ്റ് സ്ഥലം അതിനേലും അടുത്ത് വാങ്ങാൻ പറ്റി. അപ്പോൾ ആ സ്ഥലം കണ്ട് തന്നെ ബ്രോക്കറോട് പറഞ്ഞപ്പോൾ ഞാനിത് ചെയ്തു. ഇതേപോലെ തന്നെ കച്ചവടം നടക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി 4 മൂലയ്ക്കും കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് കയറിപ്പോയി ഉപ്പിടുകയും ആശുരൂപം ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന് 50,000 രൂപ ടോക്കണും കൊടുത്തു. അങ്ങനെ ആ സ്ഥലം വാങ്ങാൻ പറ്റിയെന്ന് മാത്രമല്ല, മറ്റത് 15 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ ഒരു ജോലിക്കാർ നിൽക്കും. 10-15 ജോലിക്കാരുണ്ട്. അവരൊക്കെ നിൽക്കുന്ന ഷെഡുകളുണ്ട് സിമെൻറ്റ് ഷീറ്റിൽ. പക്ഷേ ഈ പറമ്പിൽ 2 വർഷമായിട്ട് വാങ്ങിച്ച പറമ്പിൽ 5 വീടിൻ്റെ ഒരു വീട് പണി തീർന്നു. നോയമ്പ് കഴിയുമ്പോൾ മെയ് 17 അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നത്. പക്ഷേ അമ്മയുടെ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാതെ ഞാൻ വീട് വെഞ്ചരിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ വന്നതാണ്. ഇന്ന് 12:40 ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. ഇവിടുന്ന് തന്നെ ഞങ്ങൾ പോവും മംഗലാപുരത്തിന്. അതാണ് രണ്ടാമത്തെ ഒരിത്. ഇത്രയും അനുഗ്രഹം തന്ന ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഈശോട്. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് രോഗങ്ങളാണ്. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഈ തലവേദന അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാവും. തലവേദന കൂടും. അപ്പോൾ ഞാനെന്ത് ചെയ്യും? മറ്റത് തലവേദന എന്നാൽ അവിടെ തളർന്നെത്തി കിടക്കും, കഞ്ഞി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്പെടം ചെല്ലും, അത് തീർത്ത് പെട്ടെന്ന് മാറി. ഇപ്പോൾ ഒരു 5-6 ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതില്ല അവർക്ക് അങ്ങനെ തലവേദന. വല്ലപ്പോഴും ഒന്ന് വരും പോകുന്നതല്ലാണ്ട് മറ്റതങ്ങനെയല്ല ഇതാണ്. അതുപോലെ തന്നെ ഈ കൊറോണയുടെ സമയത്ത് എനിക്ക് ഡസ്റ്റ് അലർജിയായി, ന്യൂമോണിയായി. അതെപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇത് മൂന്നാമത്തെ നിയമമാണ് എൻ്റെ. അത് അഡ്മിറ്റായി ന്യൂമോണിയ മൂത്ത് കൊറോണ വാർഡിക്കൊണ്ട് തന്നെ എന്നെ കൊറോണ കിടന്നപ്പോൾ ഇവർ പറഞ്ഞ് സമ്മതിക്കത്തില്ല, അങ്ങേർക്ക് കൊറോണ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. KMC ആസ്പത്രിയിലാണ് മംഗലാപുരത്ത്. അങ്ങനെ കൊറോണ കിറ്റൊക്കെ ഇട്ട് ഇവളെയും മകനെയൊക്കെ കടത്തി ഒരു AC റൂമിൽ കടത്തി വിട്ടു. അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു കൊറോണ രോഗീനെയും കൊണ്ട് വരുന്നതാണ് വീൽ ചെയറിൽ. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞ് ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ ഡോറിൻ്റെ വാതിക്ക് വന്നിട്ട് പറയുകയാണ്, എനിക്ക് AC റൂം പറ്റിയല്ലെന്ന്. അങ്ങനെ അതൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. അങ്ങനെ ഒത്തിരി രോഗസംബന്ധമായ അത്ഭുതങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
പറഞ്ഞറിഞ്ഞാൽ തീരാത്ത. ഇന്ന് വൈകുന്നേരം വരെ നിന്ന് തീർന്നാലും അനുഗ്രഹമില്ല. ഇതെല്ലാം ഈ ഉടമ്പടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മോനാണെങ്കിലും ഇപ്പം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് ഒരു ജോലി, മറ്റതങ്ങനെയല്ല, ജോലിക്കാരെല്ലാം മദ്യപിച്ച്, ഇപ്പം എല്ലാത്തിൻ്റെയും തുടക്കം ഈ മദ്യപാനം തന്നെയാണ്. അത് കഴിഞ്ഞ് രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പണിസ്ഥലത്ത് പോയി കഴിഞ്ഞുള്ള ഞാനാണ് വലിയ ആളെന്നുള്ള രീതിയിൽ തുടങ്ങും. വീട്ടുകാരായിട്ട് വഴക്കുണ്ടാവും, ജോലിസ്ഥലം പോകും, ജോലിക്കാരുണ്ടായില്ല. ഇപ്പം അങ്ങനെയല്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് നടക്കുന്നു. എൻ്റെ മോനാണെങ്കിലും സൈറ്റിൽ അവന് ഇഷ്ടമല്ല ഈ മദ്യപിച്ചുകൊണ്ടൊക്കെ ഞാനും വരുമ്പോൾ അവന് അങ്ങനെ. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എൻ്റെ സൈറ്റ് നോക്കുന്നത് അവനും സിവിൽ എഞ്ചിനീയറാണ്. അവനാണ് ഇപ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന 100 അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ നിർത്തും. ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞെന്നാൽ അവിടെ ഒത്തിരി കാരുണ്യഭവനെല്ലാം ഉണ്ട്. അവിടെയെല്ലാം ഞാൻ പോയി സഹായിക്കും. രണ്ടാമത് വല്ല രോഗികൾ തളർന്നു കിടക്കുന്ന അവിടെ ഇവിടെയെല്ലാം ഉണ്ട്, അവർക്കും വേണ്ട പോലെ ചെയ്യും. ഇത് കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാരന് തുച്ഛമായ കാശ് അവരുടെ ഉള്ളത് വാങ്ങിക്കൊണ്ട് ഞാനൊരു നല്ലൊരു ഭവനം പണിത് അവർക്ക് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പാടുള്ള ഇപ്പോഴും ടി വിയിലൊക്കെ നമുക്ക് വരുമല്ലോ, ഓരോ രോഗികൾ തളർന്നു കിടക്കുന്നതൊക്കെ അറിയുകയാണെങ്കിൽ അപ്പോൾ ഞാനത് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയാവുന്നത്. മറ്റതൊന്നും ഇല്ല. എൻ്റെ കാര്യം ചിന്താവാന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പേപ്പർ, ഞാനിവിടെ സാക്ഷ്യം പറയാൻ താമസിച്ചാലും ഞാനിവിടെ വരുവാണെങ്കിൽ എനിക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ വരുവാണെങ്കിൽ ഞാൻ വന്ന് പത്രം മേടിച്ച് നേർച്ച വസ്തുക്കൾ വാങ്ങിയിട്ട് പോകും. അത് പോയി അവിടെ പള്ളിയിൽ ഞാൻ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയേ കൊടുക്കുള്ളൂ, അവിടെ വെച്ചിട്ടൊന്നും പോരില്ല. അങ്ങനെ ചിലർ അവിടെ കൊണ്ട് വെഞ്ചലൊക്കെ വെച്ചിട്ട് പോരുന്നവരുണ്ട്. ഞാൻ എന്ത് ചെയ്യും, അതെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എന്നെക്കൊണ്ട് പാടുള്ള പോലെ ഞാൻ അവിടെ ഞങ്ങൾക്ക് 2-3 പള്ളിയുണ്ട്, കന്നഡ കുർബാന നടക്കുന്നതും കൊങ്ങണിക്കും, അവിടെ എല്ലാം കൊണ്ട് കൊടുക്കും. അങ്ങനെയെല്ലാം എന്നാൽ കഴിയുന്ന പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്തുകൊണ്ടുണ്ട്. അതിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്. ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ആരും കാണരുതും, അത്ര ഒരു ബലപ്പെട്ടൊരു സ്ഥലമാണെന്നുള്ളതാണ്. പലരും മൊബൈലിലൊക്കെ കുറ്റം പറയുന്നതൊക്കെ ഉണ്ട്. അവരൊക്കെ പറയാൻ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, വന്ന് നിങ്ങളിവിടെ ഒന്ന് കൂടും ഒരു ദിവസം, അത്ര മാത്രമേ പറയാനുള്ളൂ. ചിലർ പറയും ഇത് കാശുണ്ടാക്കാനുള്ളതാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. മറ്റത് ഞാൻ മദ്യപിക്കുന്നത് അങ്ങനെയല്ല, ഒന്ന് നിർത്തും, പിറ്റേ ദിവസം തുടങ്ങും, അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ പോകും. ഒരാഴ്ച ഏറ്റവും കൂടിയ. ഇന്ന് എനിക്ക് മദ്യം കാണുന്നതോ, ഇപ്പം ഞാൻ ഇതുകൂടാണ്ട് ഒരു ക്ലബിലുണ്ട് ഞാൻ, അവരപ്പുറത്തെ റൂമിൽ മദ്യപിച്ചുണ്ടാവും. മറ്റത് അങ്ങനെയല്ല, ഞാൻ ബാക്കിൽ കൂടി പോയി ആദ്യം അവർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. ഇങ്ങേറ്റ രൂപക്കൂടിൻ്റെ പുറയിൽ വെച്ചിട്ട് കൂടി കഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഇതെല്ലാവർക്കും ഒരു അനുഭവമാകട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി, എനിക്കൊരു നാണക്കേടുമില്ല ഇത് പറയുന്നതിൽ. എൻ്റെ ഭാര്യ അത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ഈ കാര്യത്തിൽ. ഞാൻ നിർത്തുന്നു എൻ്റെ സാക്ഷി. ആദ്യമായി ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റാലിൻ, തൃശ്ശൂർ ജില്ലയിലെ പാറേകാട്ടുകര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അമ്മയുടെ കൂടെയാണ് വരുന്നത്. അന്ന് അമ്മ സാക്ഷ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് പുറത്ത് പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ബാക്കി ശുശ്രൂഷകളൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. 2023 അമ്മ ഉടമ്പടി എടുത്തത്. അങ്ങനെ ബിടെക് പാസ്സാവാൻ കാരണം അമ്മയാണ്. എല്ലാ സെമ്മുകളിലും അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ജയിച്ചു പോന്നു. ബട്ട് ലാസ്റ്റ് സെമ്മ് റിസൾട്ട് വന്നപ്പോൾ 2 സപ്ലി കിട്ടി. അതെൻ്റെ ഓവർ കോൺഫിഡൻസോട് കൂടിയായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ 2 സപ്ലി കിട്ടി. അതെന്നെ ഒരുപാട് തളർത്തി. ആ സമയത്ത് അമ്മ പറഞ്ഞു, എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാണ്. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് 2024 ഉടമ്പടി എടുക്കണത്. അന്ന് എൻ്റെ ചേട്ടൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു മാതൃകയായിരുന്നു. അത് എൻ്റെ ചേട്ടൻ UK പൈലറ്റ് ആവാനായിട്ട് പോയതിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഉപയോഗിച്ച് റിവാലുവേഷന് കൊടുക്കുകയാണ് സപ്ലി ഉണ്ടായത്. അങ്ങനെ റിവാലുവേഷന് കൊടുത്തതിൽ 10ഉം 20ഉം മാർക്കും വെച്ച് എനിക്ക് കുറവുണ്ടായിരുന്നത് 2 സബ്ജക്റ്റിൽ. എന്നിട്ട് റിവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ അത് ഒരെണ്ണം A ഗ്രേഡായും ഒരെണ്ണം ജസ്റ്റ് പാസ്സായിട്ടും ഞാൻ ജയിച്ചു. അതെനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് അത് ജയിച്ചത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ അടുത്ത ഒരു അനുഗ്രഹം എന്ന് പറയണത്, ഞാൻ ബിടെക്കിന് ചേർന്നത് തന്നെ മെർച്ചൻ്റ് നേവിയിൽ ചേരണമെന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ്. അപ്പോൾ
ബിടെക്കിന് ശേഷം ഒരു 1 ഇയർ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് കുറേ എക്സാമുകൾ എഴുതണ എക്സാമുകളെല്ലാം ഞാൻ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സാമുകൾ എഴുതി പൊട്ടും, വീണ്ടും എഴുതും, പൊട്ടും. പക്ഷേ എനിക്ക് അപ്പോഴും മാതാവ് തന്നൊരു ധൈര്യം കൊണ്ടാണ് ഞാൻ 2ാമത് 3ാമത് എക്സാം എഴുതിയത്. അങ്ങനെ എൻ്റെ 13ാമത്തെ എക്സാമിലാണ് ഞാൻ അത് ക്ലിയർ ചെയ്യണത്. എക്സാമിൻ്റെ ഡേറ്റ് കിട്ടണത് എനിക്ക് ചൊവ്വാഴ്ച 2:30 ഞാൻ എക്സാമിന് ഇരിക്കണതിന് മുന്നേ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞാണ് എക്സാം എഴുതായിരുന്നത്. അന്ന് എക്സാം പൂർത്തിയായപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി. അതിനുശേഷം വെള്ളിയാഴ്ച റിസൾട്ട് വന്ന് ആ എക്സാം പാസ്സായി എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അതുപോലെ പിന്നത്തെ നെക്സ്റ്റ് ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണ്. 3 സ്റ്റെപ്പാണ് ഈ എക്സാമിന്, ഈ സ്പോൺസർഷിപ്പ് എക്സാമിന് കിട്ടണത്. അതിൽ 2ാമത്തെ ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത് ഈ പറഞ്ഞ ചൊവ്വാഴ്ച 2:30 ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണത്. അപ്പോൾ എനിക്ക് ഉറപ്പാർന്നത് എനിക്ക് മാതാവ് കരുതി വെച്ചിരിക്കുന്ന ഒരു ഇതാണെന്ന് എനിക്ക് ഉറപ്പാർന്നു. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ട് ഇൻ്റർവ്യൂവിനിരുന്നു. ഞാൻ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. എനിക്ക് പറയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ ഈ കാശുരൂപവും തൈലവും പറ്റിയിട്ടാണ് എക്സാമിൽ ഇരുന്നത്. കാശുരൂപം എൻ്റെ കയ്യിലുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ആകെ വിഷമിച്ച് ആണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അമ്മോട് പറഞ്ഞു, എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്തു, ഇനി മാതാവിൻ്റെ കയ്യിലാണ്. ഇത് തരാണെന്നുണ്ടെങ്കിൽ മാതാവിനെ അനുഗ്രഹിച്ചു, എനിക്ക് ഉറപ്പാണ്, അത്രയ്ക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ബുധനാഴ്ച ഞാൻ മാതാവിൻ്റെ നൊവേന തിരുനാളിന് പള്ളിക്ക് പോകണതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരണതും അത് പാസ്സായി എന്ന് പറയണതും. എനിക്ക് ഒരുപാട് വിഷമമായി ആ സംഭവം. ഞാൻ മെയിൽ നോക്കിയിട്ട് ആകെ കണ്ണീന്ന് വെള്ളം വന്നു. എനിക്ക് ഭയങ്കര വിഷമമായി എന്നുള്ള അത്രയ്ക്കും ഇതായിരുന്നു. പിന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറയണത്, എനിക്ക് ഭയങ്കര വിട്ടുമാറാത്ത ചുമയും തൊണ്ടവേനയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു 4 കൊല്ലമായിട്ട്. ഞാൻ എല്ലാ ദിവസവും പ്രഭാത പ്രാർത്ഥനയ്ക്ക് 5:30 ഇരിക്കുമ്പോൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അത് വിട്ടുമാറി. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നണത്. അതുപോലെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ചേട്ടൻ പോയ സമയത്ത് ലോണുകളും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സാം കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഫീസ് അടയ്ക്കാനായിട്ട് 6 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതായിട്ട് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഒരവസ്ഥയാണ് വന്നത്. ആ സമയത്ത് നമ്മൾ കിട്ടുന്ന പ്രതീക്ഷിച്ച ഒരാളുടെ നിന്ന് പോലും പൈസ കിട്ടിയില്ല, കടം ചോദിച്ച ആൾക്കാരുകൾ. അപ്പോൾ പലരുടെ അടുത്തും ചോദിക്കാൻ പോണ സമയത്തൊക്കെ ഞാൻ ഉപ്പും തൈലവും കൊണ്ടാണ് പോയിണ്ടായത്. അങ്ങനെ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുകൾ ആണ് നമുക്ക് പൈസ തന്ന് സഹായിച്ചത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് ഈശോനെ ഒന്ന് അനുഭവിച്ചറിയാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററിൻ്റെ ഒന്നും പള്ളിയിൽ ഈശോ ആയിട്ട് കുരിശിൽ കയറിയത് ഞാനായിരുന്നു. അന്ന് ദുഃഖ വെള്ളിയാഴ്ച ഈശോ ആയിട്ട് കയറണ സമയത്ത് ഒരു 15-20 മിനിറ്റോളം നമ്മൾ കുരിശിൽ ഇങ്ങനെ കിടക്കണം. അത് എന്നിട്ട് പറയണ്ടേന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ അന്ന് അവിടെ കെടുക്കാനായിട്ട് എനിക്ക് ധൈര്യം തന്നത് ഈശോയാണ്. ഞാനിങ്ങനെ കെടുക്കണ സമയത്ത് ഈശോ അനുഭവിച്ച വേദനകളും ആ ഒരു ഇതും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോയിപ്പോൾ ഒരുപാട് വിഷമായി. കാരണം നമുക്ക് വേണ്ടി ഇത്രയ്ക്കും ത്യാഗം സഹിച്ചിട്ടാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ അത്രയ്ക്കും ഇതായിട്ടാണ് അനുഭവപ്പെട്ടത്. എൻ്റെ അവിടെ കിടന്ന് ഓരോ നിമിഷം എൻ്റെ മേത്തിക്കൂടെ വിയർപ്പ് തുള്ളികൾ ഈശോയുടെ രക്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു 15 മിനിറ്റ് നേരം ഞാൻ മരവിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ കിടന്നത്. ആ കാര്യം ആലോചിച്ച് അന്ന് എനിക്ക് ഭയങ്കര ഒരു ട്രോമ പോലെയായിരുന്നു ഈ ഈശോയുടെ സംഭവം. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ, വീടിൻ്റെ അടുത്തൊരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. അവിടെ ആൾക്കാരുകളെ ശുശ്രൂഷിക്കാനായിട്ട് പോവാറുന്നു. കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പാലിയേറ്റീവ് കെയറിൽ പോവാറുന്നു. പിന്നെ പത്രം കൊടുക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോറിക്ഷ പേട്ടകളിലും അങ്ങനെ എല്ലാ ആൾക്കാരുകൾക്കും
ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പത്രങ്ങൾ കൊടുക്കാറുന്നു. അതുപോലെ എല്ലാ ദിവസവും എനിക്ക് ഭയങ്കര ഒരു അനുഭവങ്ങളുണ്ടായത്. ഇപ്പം എല്ലാ ദിവസവും പള്ളി പോക്ക്, പിന്നെ അതുപോലെ കുമ്പസാരം, വീട്ടിലെ പ്രാർത്ഥന എല്ലാത്തിലും മുടങ്ങാണ്ട് പങ്കെടുക്കാനും അതുപോലെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് എനിക്ക് സാധിച്ചു തന്നത്. ഇതിന് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എൻ്റെ അമ്മയും ചേട്ടനും അപ്പച്ചനും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. കുർബാന എല്ലാ ദിവസവും കുർബാനയ്ക്കും കുമ്പസാരത്തിനും പോകുന്നുണ്ടായിരുന്നു. കുമ്പസാരം മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ കുർബാന എല്ലാ ദിവസവും കൈക്കൊള്ളായിരുന്നു. അമ്മ മാതാവിന് എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞിട്ട് നിർത്തുന്നു.